എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ ഇവരെ സമ്മതിക്കത്തില്ല. ഇയാളില്ലാതെ പറ്റത്തില്ല. അതെനിക്ക് 100-150% എനിക്ക് ഉറപ്പാണ്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എന്നെ വേണ്ടാത്ത ഒരാളോട് ഞാൻ എന്തിനാ ഈ കെഞ്ചി പുറകോട്ട് പോയി യാചിച്ച് സ്നേഹം കണ്ടെത്തുന്നത്? 1000 രൂപ കൊടുത്ത് അയക്കോ ഇഷ്ടംപോലെ വരെ കിട്ടുമെന്ന്. ഇങ്ങനൊക്കെ പറയുന്നതിനോട് ഞാൻ എന്തോ പറയേണ്ടത്? 29-കാരിയായ രേഷ്മ ഭർത്താവിൽ നിന്നും നേരിട്ട അവഗണനയും മാനസിക പീഡനവും അച്ഛൻ പ്രകാശിനോട് തുറന്നു പറയുന്ന ഫോൺ സംഭാഷണമാണ് ഈ കേട്ടത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രേഷ്മ ആലപ്പുഴ പുന്നപ്രയിലെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ചു. 2018 മാർച്ചിലാണ് രേഷ്മയുടെ വിവാഹം നടന്നത്. ഭർത്താവിന്റെ വഴിവിട്ട ബന്ധങ്ങളും മാനസിക പീഡനവുമാണ് രേഷ്മ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് ആരോപണം. ശൂരനാട് നടന്ന അന്ത്യകർമ്മങ്ങൾക്ക് പോലും ഭർത്താവും വീട്ടുകാരും വന്നില്ലെന്നും പോലീസിന്റെ സഹായത്തോടെയാണ് 6 വയസ്സുള്ള മകനെ സംസ്കാരത്തിന് കൊണ്ടുവന്നതെന്നും. പാവ പെൺകുട്ടി എന്തുമാത്രം വേദനയിലൂടെ ആയിരിക്കും കടന്നുപോയിട്ടുള്ളത്. അറ്റ് പ്രസന്റ്ലി ഒരുപാട് പെൺകുട്ടികളായിരിക്കും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ഈ മോശപ്പെട്ട ഭർത്താക്കന്മാർക്കോ അവരുടെ വീട്ടുകാർക്കോ ഒരു പ്രോപ്പർ പണിഷ്മെന്റ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പെൺകുട്ടികൾ ഈ സിറ്റുവേഷനിലോട്ട് എത്തുന്നത്.